ഏകദേശം നമുക്ക് ലോണൊക്കെ ഒരു 50 രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ കഴിയും. നമുക്ക് സീറോ തന്നെ ട്രൈ ചെയ്യാവുന്ന വണ്ടിയാണ്. നല്ല ട്രാക്ക് ആണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് കൊണ്ടുപോകാം അല്ലെ. 3500 കിലോമീറ്റർ വണ്ടി ഓടി. 3500 കിലോമീറ്റർ ആസ്കിംഗ് ആയിട്ട് വരുന്നത് 245 245 ഒരു 7 സീറ്റർ വാഹനം അല്ലെ. പക്ക നീറ്റ് ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. നമ്മൾ വാറന്റി കൊടുക്കുന്ന വണ്ടിയാണ്. വാറന്റി കൊടുക്കുന്ന വണ്ടി അല്ലെ. 2 ഇയർ വാറന്റി കൊടുക്കുന്ന വണ്ടി. ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കോൾ കൺട്രോൾ, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വരുന്നുണ്ട്. സീറോ ഡൗൺ പേയ്മെന്റ്. ഏകദേശം എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് 50 രൂപയൊക്കെ മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. 1 ഇയർ വാറന്റി ഉണ്ട്. നമുക്ക് സീറോ ചെയ്ത് കൊടുക്കാനും പറ്റുന്ന സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ചെയ്ത് കൊടുക്കാം. നമുക്ക് സീറോ തന്നെ ചെയ്ത് കൊടുക്കാം. സീറോ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് സീറോ ചെയ്ത് കൊടുക്കാം. ഒരു 50-ന്റെ 1 ലക്ഷത്തിന്റെ ഇടയിലുള്ള ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. സീറോ ചെയ്ത് കൊടുക്കാം. ഇതും സീറോ ഡൗൺ പേയ്മെന്റ്. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ്, അതും ലോ കിലോമീറ്റർ വരുന്ന നല്ലൊരു ഓട്ടോമാറ്റിക് വാഹനം അല്ലെ. ഓട്ടോമാറ്റിക് ആണ്. ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു വാഹനം. ഇത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. കസ്റ്റമർ എടുത്തിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുമില്ല. നീറ്റ് ആയിട്ട് കിടക്കും. നേരെ നമുക്ക് പിന്നെ പെട്രോൾ അടിക്കുക യൂസ് ചെയ്യാം അല്ലെ. നമുക്ക് ഹാച്ച് ബാഗിന്റെ പ്രൈസ് നല്ലൊരു കിഡിൽ SUV ഉണ്ടോ? ഏകദേശം ലോണൊക്കെ ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാം? ഇത് നമുക്കൊരു 50 രൂപ ഡൗൺ. 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ക്രെറ്റ ഇറക്കാം അല്ലെ. ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ മൈലേജ് തന്നെയാണ് അല്ലെ. 10-20 രൂപയൊക്കെ ഡൗൺ ആണെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. നമുക്ക് സീറോ ഇറങ്ങി ഇറക്കി കൊടുക്കാം. ഇത് ഒരു 50-60 ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. നല്ല അടിപൊളി പൊളി വാഹനമാണ് അല്ലെ. 14,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. ഓണർഷിപ്പ് 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ. 50 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. നല്ല മൈലേജ് പ്ലസ് നമുക്ക് പിന്നെ ഏകദേശം എത്ര രൂപ 50 രൂപ 60 രൂപ സുഖമായിട്ട് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് അല്ലെ. ഡിയർ ഫ്രണ്ട്സ്, നമ്മളൊന്ന് ഒരു പുതിയൊരു ഷോറൂമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഇയർ വാറണ്ടിയിൽ നമുക്ക് വാഹനങ്ങൾ, അതായത് ഒരു യൂസ്ഡ് കാർ നമുക്ക് ഫ്രഷ് കാർ എടുക്കുന്ന പോലെ നമുക്ക് 2 ഇയർ വാറണ്ടി, 1 RSA കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന് നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷുവിന്റെ ഓഫറുകൾ ഇപ്പൊ നിലവിൽ നമുക്ക് റൺ ചെയ്യുന്നുണ്ട്. റംസാനാണ്, റംസാൻ തീരുന്നു, അതേപോലെ പെരുന്നാൾ വരുന്നുണ്ട്, ഈസ്റ്റർ കഴിഞ്ഞു. സോ നമുക്ക് ഈ ഒരു 3 ഫെസ്റ്റിവൽ ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നമുക്ക് 6 ലക്ഷത്തിന് താഴെയുള്ള എല്ലാ വാഹനങ്ങളും നല്ല പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ തന്നെ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ നല്ല വാഹനങ്ങൾ കൊണ്ടുപോകാം. സോ നമുക്ക് ഇന്ന് എത്തിയിട്ടുള്ള ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ഇന്ന് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് കാർ ആൻഡ് ബൈക്കിലാണ്. കൂടെ നമ്മുടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ഉണ്ണിയാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. ഉണ്ണി, നമ്മൾ ഈ ഒരു കാർ ആൻഡ് ബൈക്കിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ? ലൊക്കേഷൻ നമ്മളിപ്പോ കൊട്ടായകരയാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടായകര സ്ഥലമാണ്. കൊട്ടായകര പൊലമൺ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ, തിരുവനന്തപുരം റൂട്ട് 2 കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഓക്കെ. നമുക്ക് ഏകദേശം എത്ര സ്റ്റോക്ക് വരുന്നുണ്ട്? ഏകദേശം നമുക്കിപ്പോ ഏകദേശം 30+ സ്റ്റോക്കുകൾ ഉണ്ട് നമ്മളെ ഇപ്പൊ നിലവിൽ വരുന്നുണ്ട്. എല്ലാം നമുക്ക് ബഡ്ജറ്റ് കാറുകളാണ് അല്ലെ. സാധാരണക്കാർക്ക് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉണ്ട്. എല്ലാം ഉണ്ട്. നമുക്കൊരു 11 ലാഖിന് താഴെ നിൽക്കുന്ന വണ്ടികളാണ് ഇപ്പം. 11 ലക്ഷത്തിന് താഴെയുള്ള വാഹനങ്ങളാണ് മിക്കതും വരുന്നത് അല്ലെ. നമുക്ക് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 1 ഇയർ RSA കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയ കാർ എടുക്കുന്ന പോലെ നല്ല ട്രാക്കിന് 7 ഇയേഴ്സ് വരെ നമുക്ക് ലോണും ചെയ്യുന്നത്. നമുക്കൊരു 2020 ശേഷമുള്ള വണ്ടികളാണെങ്കിൽ നമ്മളൊരു 7 ഇയർ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് EMI വളരെ ലോ ആയിരിക്കും. ലോ EMI, ന്യൂ കാറിന്റെ EMI വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ചെറിയ ബഡ്ജറ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും. ഫസ്റ്റ് ഒരു ബഡ്ജറ്റ് കാർ നമ്മൾ ഓൾട്ടോ 800. ഇതെങ്ങനെയായിരുന്നു ഉണ്ണി? മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 2017 വണ്ടിയാണ്. 17 വണ്ടി, 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ. നമ്മൾ ഈ ഒരു മോഡൽ നോക്കുന്ന സമയത്ത് ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. 33,000 കിലോമീറ്റർ വരെ കമ്പനി സർവീസ് തന്നെ ഉള്ളതാണ്. മാരുതിയുടെ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ. നല്ല ക്വാളിറ്റിയുടെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. AC, പോസ്റ്ററി, 2 ഡോർ പവർ വിൻഡോ, അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ അല്ലെ. നമുക്ക് 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. നമ്മൾ ചോദ്യം എങ്ങനെയായിരുന്നു? 288. 1 ഇയർ വാറന്റി ഉണ്ട്. നമുക്ക് സീറോ ചെയ്ത് കൊടുക്കാനും പറ്റുന്ന സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ചെയ്ത് കൊടുക്കാം. ഒരു പിന്നെ നമുക്ക് ഒരു പെർ ലാക്ക് ഒക്കെ നമുക്ക് 7 ഇയർ ഒക്കെ ആണെങ്കിൽ എത്ര രൂപയൊക്കെ ഒരു EMI? നമുക്കൊരു 7 ഇയർ ആണെങ്കിൽ ഒരു 2,000 താഴേക്ക് വരും. ഒരു 1,700 തൊട്ട് 2,000 വരെയൊക്കെ നിൽക്കും. വരും. ചെറിയൊരു എമൗണ്ട് നമുക്ക് ഒരു ബൈക്ക് എടുക്കുന്ന അതേ ഒരു EMI നമുക്കൊരു കാർ എടുക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ. അടുത്തോണ്ട് ഇയോൺ അല്ലേ. ഇയോൺ ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2017 വണ്ടി. ഇത് സിംഗിൾ ഓണർ ആണ്. 40 താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഫ്ലഡ് അതേപോലെ മേജർ ആക്സിഡന്റിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാമല്ലോ അല്ലെ? അതെ. ഓക്കെ. ഇത് സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? ഓൺഷിപ്പ് വണ്ടിയാണ്. എങ്ങനെയായിരുന്നു ചോദ്യം? എങ്ങനെയായിരുന്നു? ഇത് 275. 17 വണ്ടിയാണ്. 17 വണ്ടിയാണ് അല്ലേ. ഇത് നമുക്ക് AC പവർ സ്റ്റിയറിംഗ്,
മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ട് ഇത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. കസ്റ്റമർ എടുത്തിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല, നീറ്റ് ആയിട്ട് കിടക്കും. നേരെ നമുക്ക് പിന്നെ പെട്രോൾ അടിക്കുക യൂസ് ചെയ്യാം. അടുത്താണ് ഡാഡ്സിന്റെ റെഡി ഗോ അല്ലെ. ഇതിന്റെ ഒരു അട്രാക്ഷൻ നല്ല മൈലേജ് ആയിരിക്കും. പൊതുവെ ഈ വാഹനങ്ങളെല്ലാം നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങൾ കിട്ടൂല. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 വണ്ടിയാണ്. ഓക്കെ, ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, കിലോമീറ്റർ ഇത് 40 താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ. 30 സംതിങ്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ, ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ല. AC പോസ്റ്ററിംഗ്, 2 ഡോർ പവർ വിൻഡോ, അതേപോലെ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, മ്യൂസിക് സിസ്റ്റം, അത്യാവശ്യം എല്ലാം കമ്പനി വരുന്നുണ്ട് അല്ലെ. ഇതെല്ലാം കമ്പനി തന്നെ ഫിറ്റിംഗ്സിൽ തന്നെ നമുക്ക് ചെയ്തിട്ടുണ്ട്. എത്രയാണ് ചോദ്യം? എങ്ങനെയായിരുന്നു? ഇത് 275. 275 അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അടുത്താണ് വീണ്ടും ഒരു ഓൾട്ടോ 800 അല്ലെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2023 ആൾട്ടോ VX ആണ് 800. അതായത് മാസങ്ങൾ പഴക്കമുള്ള വണ്ടി എന്ന് പറയാം അല്ലെ. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 14,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. അതെ, നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റൂല. സത്യമായിട്ടും. ഇതെങ്ങനെയായിരുന്നു? നമുക്ക് 398 ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് ആണ്. ഓക്കെ, നിലവിൽ ഇത് ഫ്രഷിന് ഏകദേശം എത്ര വരുന്നുണ്ട് ഐഡിയ ഉണ്ടോ? ഇതിപ്പം കമ്പനി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് 800. ഇപ്പൊ കേട്ടം മാത്രമേ ആൾട്ടോയിൽ ഇപ്പൊ നിലവിലുള്ളൂ. ഓക്കെ, ഏകദേശം 23 ഇറങ്ങുന്ന സമയത്ത് ഏതാണ്ട് 4-5 അടുപ്പിച്ച് റേറ്റ് വരുന്നുണ്ട്. അപ്പൊ 1 ലക്ഷത്തിന്റെ രൂപന്റെ എന്തായാലും നമുക്ക് മാറ്റമുണ്ട്. അതേപോലെ വെറും 14,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, അതും BS6, ABS, എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. എയർ ബാഗ് വരുന്നത്. നമ്മൾ എങ്ങനെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 398. അതിൽ നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്യാം. ഫുൾ ഓൺ ചെയ്തെടുക്കാം. ഒരു ആദ്യകാല ഓൾട്ടോ അല്ലെ. ശരിക്കും നമുക്ക് ഇന്നും ആളുകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്. കാരണം അത്യാവശ്യം മൈലേജും വളരെ മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വാഹനം അല്ല. ഒരു എന്താ ചെറുപ്പക്കാരായാലും ഒരു ഫസ്റ്റ് വണ്ടിയായിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടി ആയിരിക്കും. നമ്മുടെ ഫസ്റ്റ് വണ്ടി ഇത് മതി എന്ന്. ഫുൾ ഓൺ അല്ലായിരുന്നു? LX അല്ലായിരുന്നു? ഇത് LX ആണ്. LX ആണ്. AC ആണ്. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. ഉണ്ട്. LXi ആണ് അന്നത്തെ ഫുൾ ലോഡ് വണ്ടി. അതെ അതെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, AC പവർ സ്റ്റിയറിംഗ്, പിന്നെ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മോഡല് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? 2011 വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, അതെ, ജെന്യൂൻ കിലോമീറ്റർ ആണ്. വണ്ടിയുടെ വില വരുമ്പോൾ 165. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. വണ്ടി ഒന്നുമില്ല. അത്ര നീറ്റ്. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് ലോൺ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 10-20 രൂപയൊക്കെ ഡൗൺ ആണെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. നമുക്ക് 0 വേണമെങ്കിൽ ഇറക്കി കൊടുക്കാം. ഒരു 3 വർഷം വരെ ഫിനാൻസ് വിട്ടു കൊടുക്കാം. അടുത്ത ഒരു കിഡിൽ SUV ആണ്, ഫോർഡ് എക്കോ സ്പോർട്ട്. നമ്മള് ആലപ്പി രജിസ്ട്രേഷൻ ആണ് വരുന്നത് അല്ലെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2019 വണ്ടിയാണ്. 2019 അല്ലെ. അത്യാവശ്യം മോഡൽ കൂടിയ ഒരു വണ്ടി. നമ്മൾ ഇതിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ വന്നൊരു വണ്ടി. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 120 ഓടി ഡീസൽ വണ്ടിയാണ്. 120 ഡീസൽ അല്ലെ. അതെ, സിംഗിൾ ഓണർ ഉള്ള വണ്ടി. വണ്ടി ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? ടൈറ്റാനിയം അല്ലെ. ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നല്ല പെർഫോമൻസ്, അതേപോലെ നല്ല മൈലേജ് കിട്ടുന്ന വാഹനമാണ് അല്ലെ. നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു ഇതിന്? ഇത് 895. നമുക്ക് ലോൺ ഏകദേശം നമുക്കൊരു 8 വരെയൊക്കെ ചെയ്ത് കൊടുക്കാം. 8 വരെയൊക്കെ. ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു 50,000 1 ലക്ഷത്തിന്റെ ഇടയിലുള്ള ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അടുത്ത നമുക്ക് ഹുണ്ടായുടെ ക്രെറ്റ, അതിന്റെ ഫസ്റ്റ് ജെൻ അല്ലേ. കൊല്ലം രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 ക്രെറ്റ SX ആണ്. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ. അതെ, അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. 16 ടോപ്പ് എൻഡ്. ഇത് നമുക്ക് ഡീസൽ ആണല്ലേ വരുന്നത്? പെട്രോൾ ആണ് വരുന്നത്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 50 താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ. അപ്പൊ നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി. പിന്നെ അത്യാവശ്യം 1.6 തന്നെ ഇത് വരുന്നത്. അതെ അതെ, നല്ല പെർഫോമൻസും അത്യാവശ്യം മൈലേജും ഉണ്ടാവില്ല. ഓൺഷിപ്പ് സിംഗിളും അല്ലേ. സെക്കൻഡ് ഓണർ. എങ്ങനെയായിരുന്നു നമ്മൾ ഉന്നയ ചോദ്യം? എങ്ങനെയായിരുന്നു? ഇത് നമ്മുടെ 795 അല്ലേ. നമ്മുടെ ഹാച്ച് ബാഗിന്റെ പ്രൈസ് നല്ലൊരു കിഡിൽ SUV ഉണ്ടോ? ഏകദേശം ലോണൊക്കെ ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാം? ഇത് നമുക്കൊരു 50 രൂപ ഡൗൺ. 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ക്രെറ്റ ഇറക്കാം അല്ലെ. അതാണ് XUV 300 അല്ലേ. ഇത് ഡീസൽ അത് പെട്രോളോ? ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. അതായത് നല്ല പെർഫോമൻസ്, മൈലേജ് പ്ലസ് കംഫർട്ട് അല്ലെ. ഓട്ടോമാറ്റിക് കൂടി ആയതുകൊണ്ട് ടയറൊക്കെ പക്കയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2020 വണ്ടിയാണ്. 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. W6 വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ അല്ല വണ്ടി ആയിരുന്നു. സിംഗിൾ ഓണർ വണ്ടി. ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. എങ്ങനെയായിരുന്നു നമ്മളെ ചോദ്യം? ഇത് 995 അല്ലെ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതും അതുപോലെ തന്നെ നമുക്കൊരു 50 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ്, നല്ല മൈലേജ് പ്ലസ് നമുക്ക് പിന്നെ ഏകദേശം എത്ര രൂപ? 50 രൂപ 60 രൂപ സുഖമായിട്ട് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് അല്ലെ. അടുത്തൊരു 7 സീറ്റർ ആണ്,
ടാറ്റ എക്സ അല്ലെ? ഹെക്സ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 ഹെക്സ 4x2 വേരിയന്റ് ആണ്. XM വേരിയന്റ്. XM. അതെ. അത് പക്ഷെ അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്കൊരു കിഡ്ലം പിന്നെ ഒരു ലക്ഷറി വാഹനം തന്നെ പറയാം അല്ലെ? പിന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസും അതേപോലെ തന്നെ 7 സീറ്റർ ആണ്. നമുക്ക് നല്ല ബോഡി വെയിറ്റ് എല്ലാം പക്ക കംഫർട്ട് ആയിട്ടുള്ള നല്ലൊരു കിഡ്ലം വാഹനം. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 54,000 ഓടിയിട്ടുള്ളൂ. 54,000 ഡീസൽ വണ്ടി. ഡീസൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഡീസൽ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സിംഗിൾ ഓണർ അല്ലേ വരുന്നത്? സിംഗിൾ ഓണർ ഉണ്ട്. നമ്മൾ എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മൾ 12 lakh 1195. എങ്ങനെ? 1190. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം? ഇത് ഒരു 50-60 ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. നല്ല അടിപൊളി പൊളി വാഹനമാണ് അല്ലേ? അടുത്ത വീണ്ടും ഒരു ഓൾട്ടോ 800 KL 33 രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ. എങ്ങനെയായിരുന്നു മോഡലൊക്കെ വരുന്നത്? ഇത് 2013-14 വണ്ടിയാണ്. 2013-14 ടയർ എല്ലാം പക്കയാണ് വരുന്നത് അല്ലെ? അപ് ടു 90% തന്നെ വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. നമ്മള് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യിക്കാനില്ലല്ലോ, നേരെ പെട്രോൾ അടിക്കുക. എന്തായാലും ഒരു 18-20 ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കുക അല്ലെ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. കിലോമീറ്റർ 67,000. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നമ്മൾ എങ്ങനെയായിരുന്നു ചോദ്യം? എങ്ങനെയായിരുന്നു? ഇത് 225. 225. ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി കൊടുക്കാം. അടുത്തതാണ് ഒരു ഗ്രാൻഡ് ഐട്ടൺ KL 55. നല്ലൊരു ഫാമിലി കാർ എന്ന് പറയാം അല്ലെ? അതായത് പൊതുവെ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം അല്ലെ? ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 70,000. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നുമില്ല. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലെ? നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 445. 445 വണ്ടിയാണ്. 2018 വണ്ടി. വണ്ടിയാണ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? സീറോ തന്നെ ചെയ്ത് കൊടുക്കാം. സീറോ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. വീണ്ടും ഒരു ഓൾട്ടോ 800 അല്ലെ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2021 വണ്ടിയാണ്. 2021 വണ്ടി അല്ലെ? ആക്സിഡന്റ് ക്ലെയിം ഒന്നും വരുന്നില്ലല്ലോ? ഒന്നുമില്ല. നിലവിൽ നമുക്ക് ഇവിടെ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യിക്കാനൊന്നും ഉണ്ടാവില്ല. നീറ്റ് ആയിരിക്കും വണ്ടി. എടുത്തിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യം കാണില്ല. നേരെ പെട്രോൾ അടിക്കോ, പിന്നെ നമ്മൾ സർവീസ് പീരീഡ് ആകുമ്പോൾ സർവീസ് ചെയ്യാം. ബാക്കിയെല്ലാം നമ്മൾ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടാവുക അല്ലെ? ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 30,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ അല്ലെ? എല്ലാം നമുക്ക് ലോ കിലോമീറ്റർ ആണ് വിത്ത് വാറണ്ടിയിൽ അല്ലെ? നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 385. 385 ഫുൾ ഓൺ അല്ലെ? ഫുൾ ഓൺ ചെയ്തു. അടുത്ത വീണ്ടും ഒരു റാഡ്സിന്റെ റെഡിഗോ അല്ലെ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് റെഡിഗോ 16 വണ്ടിയാണ്. 16 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു വാഹനം. എങ്ങനെയായിരുന്നു ചോദ്യം? എങ്ങനെയായിരുന്നു? നമുക്കിതൊരു 270 തന്നെ ചെയ്ത് കൊടുക്കാം. 270 265 ആ റേഞ്ച് വരുന്നുള്ളൂ. ചെയ്യും. നമുക്ക് ഏകദേശം ഇത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാം. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 40 താഴെ വണ്ടി. 40 താഴെ ഓടിയിട്ടുള്ളൂ അല്ലെ? അടുത്ത എലൈറ്റ് i20. എലൈറ്റിന്റെ തന്നെ ഒരു സെക്കൻഡ് ജനറേഷൻ അല്ലേ? അതെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് വരുമ്പോഴത്തേന് 2018 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. 40,000 കിലോമീറ്റർ. 40,000. പെട്രോൾ ആണ്. മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും അല്ലെ? പെട്രോൾ ആകുമ്പോൾ മെയിൻ്റെനൻസ് വളരെ അത്യാവശ്യം മൈലേജ് കിട്ടും ചെയ്യല്ലോ അല്ലെ? മൈലേജ് 16 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. കിട്ടാം. അപ്പൊ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ. 40,000 കിലോമീറ്റർ വരെ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ. പിന്നെ ഇന്ത്യയിലൊക്കെ ഒക്കെ നല്ല കിടുവാണ്. റിയൽ AC വെന്റ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, അതേപോലെ തന്നെ റിയൽ AC വെന്റ്, ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ. ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 585. 585. ഏകദേശം നമുക്ക് 19 രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ വയ്ക്കും. നമുക്ക് സീറോ ചെയ്ത് കൊടുക്കാം അല്ലെ? അടുത്തവണ ഒരു സാൻഡ്രോ അല്ലെ? സാൻഡ്രോ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2020 സാൻഡ്രോ ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 50 താഴെ ഓടിയിട്ടുള്ളൂ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ആസ്കിംഗ് പ്രൈസ് ആയിട്ട് 445 ആണ് വരുന്നത്. 445. 2 ഇയർ വാറന്റി ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വണ്ടി. സീറോയിൽ ചെയ്തും കൊടുക്കാം. സീറോയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ 0 ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോകാം. ഇന്ത്യയിലൊക്കെ ഒക്കെ നല്ല കിടുവാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലെ? അടുത്തത് വീണ്ടും നമുക്കൊരു ഓൾട്ടോ 800. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2021 ആൾട്ടോ ആണ്. ഇത് പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങള് ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേന് 370. ഇതാണ് വീണ്ടും ഒരു ഓൾട്ടോ 800. ഇതെങ്ങനെയായിരുന്നു റേറ്റ്? ഇത് ഏകദേശം ആ ഒരു റേഞ്ച് തന്നെയാണ്. നമുക്കൊരു 380 ചെയ്യാം. ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് അതുകൊണ്ട് ഓൾട്ടോ 800 ഒക്കെ വേണ്ടവര് നേരെ ഇങ്ങ് വന്നാൽ മതി അല്ലെ? നമുക്ക് പല കളേഴ്സിൽ പല റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ? അടുത്ത ഇഗ്നിസ് വരുന്നുണ്ട്. ഇഗ്നിസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2020 ഇഗ്നിസ് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഇഗ്നിസ്. നല്ല ഒന്നുകൂടി ഒരു പെർഫോമൻസും നല്ല സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. കൊണ്ടു നടക്കാൻ പറ്റും. ഓക്കെ. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വരുമ്പോഴത്തേന് നമുക്ക് ഏകദേശം 40 വരുന്നുള്ളൂ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓൺഷിപ്പ് സിംഗിള്. സെക്കൻഡ് ഓൺഷിപ്പ്. മോഡൽ ഏതായിരുന്നു?
മോഡൽ 2020 വണ്ടി. 2020 BS6 വണ്ടി അല്ലേ? നമ്മൾ ചോദ്യം 575. 575. ഇത് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 0 ചെയ്ത് കൊടുക്കാം. ഇതും 0 ഡൗൺ പേയ്മെന്റ്. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ്, അതും ലോ കിലോമീറ്റർ വരുന്ന നല്ലൊരു ഓട്ടോമാറ്റിക് വാഹനം അല്ലെ? അതുപോലെ സിറ്റിയുടെ ഡീസലാണ് വരുന്നത്. ഡീസൽ സിറ്റി. അപ്പൊ മൈലേജ് ഏകദേശം നമുക്ക് ലോങ് ഡ്രൈവിൽ 24 വരെയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2014 വണ്ടി. 120 വണ്ടി ഓടിയിരിക്കുന്നത്. വേറെ ആക്സിഡന്റോ റീപ്ലേസിനോ അങ്ങനെ ഒന്നുമില്ല. പക്ക സർവീസ് എല്ലാം പക്ക. അതെ, നമുക്ക് RSI കൊടുക്കാം. പക്ഷെ നമ്മളെ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് നടക്കുന്ന വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്ക. ചോദ്യം എങ്ങനെയായിരുന്നു? 595. അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ന്യൂ മോഡൽ സെലേറിയോ, ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ മൈലേജ് തന്നെയാണ് അല്ലെ? സത്യം. ഏകദേശം നമുക്ക് അത്ര മൈലേജ് കിട്ടും. നമുക്ക് ഇത് എങ്ങനെ 80+ കിട്ടുന്ന വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? എങ്ങനെയായിരുന്നു? ഇത് 2022 വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 30 താഴെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. ZX ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? അതെ, ZX. നമുക്ക് അതേപോലെ സ്റ്റിയറിംഗ് ബോർഡ്, കൺട്രോൾസ്, കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ചോദ്യം എങ്ങനെയായിരുന്നു? 595 അല്ലേ? ഇതിന് ലോൺ ഏകദേശം എത്ര? ഇത് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്ത വീട് നമുക്കൊരു SUV 300. നമ്മൾ നേരത്തെ ഒരു ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇതെങ്ങനെയായിരുന്നു? ഓട്ടോമാറ്റിക് മാനുവൽ ആണ്. മാനുവൽ ഡീസൽ ആണ്. മാനുവൽ ഡീസൽ അല്ലേ? W8 വണ്ടി 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ് നമ്മളെ പേരിലോട്ട് ആക്കിയതാണ്. കസ്റ്റമർ നമ്മളെ പേരിലോട്ട് ആക്കിയതാണ്. നിലവിലെ അപ്പൊ സിംഗിൾ യൂസിംഗ് യൂസ് വണ്ടിയാണ്. അതും ഫുൾ ബ്ലാക്കിലൊരു വണ്ടി അല്ലേ? അതെ. ക്ലൈമ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. വണ്ടി പക്ക നീറ്റ് ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. നമ്മൾ വാറന്റി കൊടുക്കുന്ന വണ്ടിയാണ്. വാറന്റി കൊടുക്കുന്ന വണ്ടി, 2 ഇയർ വാറന്റി കൊടുക്കുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 995. ഏകദേശം എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് 50 രൂപയൊക്കെ മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. അടുത്ത റെനോയുടെ കൈഗർ അല്ലേ? ഇത് കൈഗർ ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? അതെ. ടർബോ ടർബോ ആണത്? അല്ല, നോൺ ടർബോ ആണ്. ഡബിൾ ടോൺ വരും. ഡബിൾ ടോൺ നോൺ ടർബോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ കിട്ടൂല? അത്യാവശ്യം കിട്ടുന്ന വണ്ടിയാണ്. ലോ മെയിൻ്റെനൻസ് അല്ലേ വരുന്നത്? ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് അവിടുന്ന് 795. 745. ഏകദേശം നമുക്ക് ലോണൊക്കെ ഒരു 50 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ കഴിയും. നമുക്ക് 0 തന്നെ ട്രൈ ചെയ്യാവുന്ന വണ്ടിയാണ്. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് കൊണ്ടുപോകാം അല്ലെ? അടുത്ത തവണ നമുക്കൊരു കിഡ്ലം വാഹനം, അതായത് ടിയാഗോ അല്ലെ? ചെറുവാഹനത്തിൽ നല്ലൊരു അടിപൊളി വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2023 വണ്ടിയാണ്. 3500 കിലോമീറ്റർ വണ്ടി ഓടി. 3500 കിലോമീറ്റർ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം അല്ലെ? ഇത് പിന്നെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ വണ്ടി. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എങ്ങനെയായിരുന്നു? ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 625. 625. ഫ്രഷിന് ഏകദേശം 7 പുറത്ത് പോകുന്നുണ്ട്. പുറത്ത് വരുന്നുണ്ട്. ഏകദേശം നല്ല വെറും 3500 ഓടിയതിന് നമുക്ക് ലക്ഷങ്ങൾ ലാഭിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വണ്ടി. പിന്നെ ഈ ഒരു 3500 ഓടിയ ടയർ കാര്യങ്ങളല്ല അല്ലെ? ഫുൾ ഓൺ ചെയ്യാം. വണ്ടി എടുത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ ഓൺ നമുക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അത് ഫിഗോന്റെ ആസ്പിയർ അല്ലെ? ഫോർഡ് ഫിഗോ ആസ്പിയർ. സെഡാൻ ആണ്. ഡീസലാണോ പെട്രോളാണോ? പെട്രോൾ ആണ്. പൊതുവെ മെയിൻ്റെനൻസ് വളരെ കുറവല്ലേ വരുന്നത്? ലോ മെയിൻ്റെനൻസ് വണ്ടിയാണ്. പെട്രോൾ സ്പേഷ്യസും ആണ്. കിടലം പെർഫോമൻസും ആണ്. ബോഡി വെയിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലെ? നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സിറ്റി ഡ്രൈവ് ആയാലും ലോങ് ഡ്രൈവ് ആയാലും കൊണ്ടു നടക്കാൻ പറ്റും. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 70,000 കിലോമീറ്റർ. ഫുൾ കമ്പനീസ് വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? 345. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കും. അടുത്ത തവണ ചെറിയ ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഡാറ്റ്സന്റെ റെഡി ഗോ പ്ലസ് അല്ലേ? അതെ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2016 ഗോ പ്ലസ് ആണ്. സിംഗിൾ ഓണർ വണ്ടി ഏകദേശം 40 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. 40 താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ. ആസ്കിംഗ് ആയിട്ട് വരുന്നത് 245 ആണ്. 245 ഒരു 7 സീറ്റർ വാഹനം അല്ലെ? അത്യാവശ്യം മൈലേജ് കിട്ടൂല? 16-17 മൈലേജ് പ്രതീക്ഷിക്കാം. നല്ല അത്യാവശ്യം സ്പേഷ്യസും ആണ് വണ്ടി അല്ലെ? നമുക്ക് ഇതെങ്ങനെ ലോണൊക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് ഫുൾ ഫിനാൻസ് നോക്കാം. ഇല്ലെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് എന്തായാലും ഇറക്കാൻ പറ്റൂല. ടാക്സിന്റെ വണ്ടിയാണെങ്കിൽ മാത്രമാണ് ആ ഒരു ഇതേ ഉള്ളൂ. നമുക്ക് ഫുൾ ഓൺ ട്രൈ ചെയ്ത് നോക്കാം. അതൊരു കിഡ്ലം വാഹനം നമ്മുടെ എക്സ്പ്രസോ അല്ല? അത് റെഡില് നല്ല കിഡ്ലം കളർ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2020 എക്സ്പ്രസോ VX ആണ്. സിംഗിൾ ഓണർ വണ്ടി. വണ്ടി 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ് അല്ലേ? അതെ.
പ്രൈസ് 425 വാരന്റി. അത് നമുക്ക് പിന്നെ ഫുൾ ഓൺ ചെയ്യാം, ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. 2 വർഷം വാരന്റി ഇട്ട് 425 ഇറക്കി കൊടുക്കാം. അതും ഇന്റീരിയർ ഒക്കെ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ന്യൂ വെഹിക്കിൾ അതേ കണ്ടീഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനം. അതുപോലെ ന്യൂ മോഡൽ വാഗണർ, ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2021 വണ്ടി 1.2 ലിറ്റർ ആണ്. ഓക്കെ, ഇതിന്റെ വില വരുമ്പോൾ 625 ആണ്. വണ്ടി ഏകദേശം 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 23,000 കിലോമീറ്റർ. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. ZXi. ചോദ്യം പറഞ്ഞത് 660, 625. 625 ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇന്റീരിയർ നോക്കി നല്ല കിട്ടുന്ന ഇന്റീരിയർ ആണ്. ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കോൾ കൺട്രോൾ, അങ്ങനെ ഏറ്റവും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ഇൻഫോർടൈൻമെന്റ് എല്ലാം വരുന്നുണ്ട്. 0 ഡൗൺ പേയ്മെന്റ്. ചെയ്ത് കൊടുക്കാം. അടുത്ത വീണ്ടും ഒരു 7 സീറ്റർ റെനോ ട്രൈബർ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 വണ്ടിയാണ്. ട്രൈബർ ഏകദേശം 12,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 12,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തീരെ ഓടിയിട്ടില്ല എന്ന് പറയാം അല്ലെ? വണ്ടി ഷോറൂം കണ്ടീഷൻ തന്നെ കിടക്കുവാണ് വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ അല്ലായിരുന്നു? സിംഗിൾ ഓണർ വണ്ടി. ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 748. 748. നമുക്ക് ഏകദേശം ലോണൊക്കെ ഫുൾ ഓൺ ചെയ്യാൻ കഴിയുമോ? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അതെ. അപ്പൊ അതാണ് നമുക്ക് വിഷുവിന്റെ ഓഫറുകളൊക്കെ നമ്മൾ ഇതാണ് ഫസ്റ്റ് ചോയ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെന്നുള്ളത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര അല്ല, കൊട്ടാരക്കരയിൽ നിന്നും നമുക്ക് പുലമൺ ജംഗ്ഷൻ 2 കിലോമീറ്റർ നമ്മള് MC റോഡിൽ തന്നെ വരുന്നില്ല. MC റോഡിലാണ്. അപ്പൊ നമുക്ക് ഈ ഒരു വിഷു ആയിട്ട് നല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചെറുവാഹനങ്ങളാവട്ടെ വലിയ വാഹനങ്ങൾ 7 സീറ്റേഴ്സ് ഒക്കെ നമുക്ക് ഫുൾ ഓണിൽ കൊണ്ടുപോകാം. അതേപോലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ഇയർ വാറണ്ടി, അതേപോലെ 1 ഇയർ RS എന്ന് പറയുന്നത് നമുക്ക് പലർക്കും എന്താ വെച്ചാൽ നമുക്ക് ഈവൻ ഒരു ബ്രേക്ക് ഡൗൺ ആയി ഫ്യൂവൽ തീർന്നാൽ പോലും നമുക്ക് ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും നമുക്ക് സർവീസ് അവൈലബിൾ ആണ്. മഹീന്ദ്രയാണ് ഡയറക്റ്റ് കൊടുക്കുന്നത്. സോ നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും വലിയ ട്രസ്റ്റഡ് ആയിട്ടൊരു MNC ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന നല്ലൊരു കിട്ടുന്ന ഓഫറാണ്. സോ നമുക്കൊരു പുതിയ കാർ എടുക്കുന്ന പോലെ സെക്കൻഡ് ഹാൻഡ് കാർ ടെൻഷൻ കൂടാതെ നമുക്ക് എടുക്കാം. അപ്പൊ എന്താ ചെയ്യുക, നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലും കാറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്യാം. നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാർ, ഒരു ഫ്രഷ് കാർ എടുക്കുന്ന പോലെ ടെൻഷനൊന്നും കൂടാതെ വാറണ്ടിയിൽ അത് നമുക്ക് 7 ഇയേഴ്സ് വരെ ലോണ് കാര്യങ്ങളെല്ലാം. സോ ലോ IPയിൽ ലോ EMIയിൽ നമുക്ക് വാഹനം സ്വന്തമാക്കാം. സോ വേഗം താല്പര്യമുള്ളത് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ഉണ്ട് സൈനിങ് ഓഫ്.